വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഹ്യൂമർ എന്ന് പറയുന്ന ഈ സിനിമയുടെ സക്സസിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മധു സാറ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ 22 സിനിമ നിർമ്മിച്ചു. എനിക്കൊരു 10-30 സിനിമയായി കാണുന്നത്. ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്ത എറിക് എന്ന് പറയുന്ന ഒരു സിനിമ വരാൻ പോകുന്നു. അതിലും ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറാണ്. ഞങ്ങളുടെ ആ സിനിമ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ഇറങ്ങും. റേസ് സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പടം അത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ നന്നായിരുന്നു. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം, ആ സിനിമ നന്നായതുകൊണ്ടും ഒക്കെ ആയിരിക്കണം വീണ്ടും മധു സാറ് അദ്ദേഹത്തിനെ വിളിച്ചൊരു സിനിമ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല കലാകാരൻ, അദ്ദേഹം വീണ്ടും വളർന്നു വരട്ടെ. മധു സാറിനെ മാതിരിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് സിനിമ എടുക്കുമ്പോഴാണ് ഇത് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത്. അഭിനയിക്കുന്നവരായാലും അല്ലാതെ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവർക്കും ഒരുപാട് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ സിനിമ വലിയൊരു സക്സസ് ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും ഒത്തിരി സ്നേഹവും നന്ദിയും പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായ ശങ്കർജി ഞങ്ങളെ കുറെ കാലം കൊണ്ട് വന്നു. തമാശയൊക്കെ പറയും, അത് വേറെ. ഇപ്പോഴും ഒരു തമാശ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് കയറ്റിയത്. ഓക്കെ, ഒത്തിരി സന്തോഷം. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം നമ്മുടെ ഈ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ 4 മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും കലയിലും എന്തായാലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഈ സിനിമയെ പറ്റി കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറായിരിക്കും. അദ്ദേഹത്തിനാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. കഥ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യഗൗരവമായിട്ട് പറയണം അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിനാണ്. അപ്പം അദ്ദേഹം ആയിരിക്കും ഈ സിനിമയെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ എല്ലാവരും വന്ന് ചേർന്ന് ഞാൻ കുറേ ആൾക്കാരെ വിളിക്കാത്ത ആൾക്കാരിവിടെ വന്നെത്തിയിട്ടുണ്ട്. എങ്ങനെയോ അറിഞ്ഞു, സത്യം പറഞ്ഞ സമയം കിട്ടാഞ്ഞുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. കുറെ തിരക്കുണ്ടായിരുന്നു ഇപ്പോഴല്ലോ. പലരെയും വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കാതെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി നേർന്നുകൊണ്ട്, സ്നേഹവും നന്ദിയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്ക്